രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിലും പറയുന്നുണ്ട്. ആ സുവിശേഷ സൗഭാഗ്യത്തിന് 6-ാമത്തെ സുവിശേഷ വാചന ഭാഗവും കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹൃദയശുദ്ധി പ്രാപിക്കാൻ വചനം മാത്രം മതിയോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിനോട് ബ്രദറിന്റെ അഭിപ്രായം എന്താ? ഈ ചോദ്യവും വളരെ നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒത്തിരി വ്യക്തത കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹൃദയശുദ്ധിയുള്ളവർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു ചിന്തയാണ്, കുറച്ച് പാപം ചെയ്യാതിരുന്നാൽ ഹൃദയശുദ്ധി ഉണ്ടാകും, അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് കുമ്പസാരമുണ്ട്, ജപമാല പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, മറ്റ് എല്ലാ ഭക്തി അഭ്യാസങ്ങളും എനിക്കുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ഉപവസിക്കുന്നു, ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഹൃദയശുദ്ധി കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മളെ ശുദ്ധീകരിക്കുന്നതിൽ പരിശുദ്ധ കുർബാനയും കുമ്പസാരവും കുദാശകളും പ്രാർത്ഥനകളൊക്കെ ബൈബിൾ വായനയൊക്കെ വളരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹൃദയശുദ്ധി ഇതിലൂടെ കടന്നു പോകണം. എന്നാൽ ഇത് മാത്രം പോരാ എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ സഭ എന്ത് പഠിപ്പിക്കുന്ന കൂടെ നമുക്ക് നോക്കാം. നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2518 ആ ഖണ്ഡികയിൽ പറയാണ്, ഞാനൊന്ന് വായിക്കാം. 6-ാമത്തെ സുവിശേഷ ഭാഗ്യം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളോട് പൊരുത്തപ്പെടുന്നവരെയാണ് ഹൃദയശുദ്ധിയുള്ളവർ എന്ന് സൂചിപ്പിക്കുന്നു. പ്രധാനമായും 3 തലങ്ങളിലാണ് ഈ പൊരുത്തപ്പെടൽ: സ്നേഹം, ശുദ്ധത അഥവാ ലൈംഗിക നീതിനിഷ്ഠ, സത്യത്തോടുള്ള സ്നേഹവും വിശ്വാസത്തിന്റെ സത്യാവസ്ഥയും. ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും വിശ്വാസത്തിന്റെയും ശുദ്ധിക്ക് പരസ്പര ബന്ധമുണ്ട്. വിശ്വാസികൾ വിശ്വാസ പ്രമാണത്തിലെ വകുപ്പുകൾ വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവത്തിന് വിധേയരാകാനും വിധേയരായിക്കൊണ്ട് നന്നായി ജീവിക്കാനും, നന്നായി ജീവിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും, ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ വിശ്വസിക്കുന്നത് മനസ്സിലാക്കാനും വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഏകദേശ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഹൃദയ വിശുദ്ധി പൊരുത്തപ്പെട്ടിരിക്കുന്നത് 3 മേഖലയിലാണ്. 1 സ്നേഹത്തിന്റെ മേഖലയിൽ, 2 ലൈംഗിക വിശുദ്ധി ശുദ്ധത, 3 വിശ്വാസത്തിന്റെ വിശുദ്ധി. അപ്പൊ ഈ 3 മേഖലയിലും നമ്മൾ പൂർണ്ണമായ ഒരു വളർച്ചയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഹൃദയശുദ്ധി വേണം. എങ്ങനെ? സ്നേഹത്തിന്റെ മേഖലയിൽ എങ്ങനെയാ? നമുക്ക് സ്നേഹത്തിൽ നമ്മൾ വളരണം, അല്ലെ? മറ്റുള്ളവരോട് നമ്മൾ സ്നേഹത്തിനെതിരായിട്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പൊ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. അപ്പൊ സ്നേഹിക്കും തോറും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. രണ്ടാമത് നമ്മുടെ അവയവങ്ങൾ, ശാരീരികമായ അവയവങ്ങളും എല്ലാം വിശുദ്ധിയിലേക്ക് കടന്നു വരണം. 3 വിശ്വാസത്തിന്റെ വിശുദ്ധി. വിശ്വാസത്തിന്റെ വിശുദ്ധി എന്ന് പറയുമ്പോൾ സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 12 വിശ്വാസ പ്രമാണത്തിൽ 12 വകുപ്പുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ 12 വകുപ്പുകൾ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ വിശ്വസിക്കണം, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മൾ എന്തിനാണ് വിശ്വാസ സത്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതിന്റെ ആവശ്യമെന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കും. നമുക്കറിയാം, സഭയുടെ വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത് ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ സഭയുടെ പ്രബോധനങ്ങളും വചനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതല്ല, നമുക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇനി ഇതിലിവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കത്തോലിക്ക സഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും പ്രഘോഷണങ്ങളിലൊക്കെ വിശ്വാസ സത്യങ്ങൾ പലപ്പോഴും കടന്നു വരാറില്ല. പകരം പുറമേ നിന്നുള്ള ടീച്ചിങ്സുകളും പുറമേ നിന്നുള്ള പഠനങ്ങളൊക്കെ ഇന്ന് സഭയ്ക്കകത്ത് കടന്നു വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും
വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഹൃദയശുദ്ധി പാലിക്കുവാൻ, ഹൃദയശുദ്ധി ആഗ്രഹിക്കുന്നവർ ഈ 3 മേഖലയിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഹൃദയശുദ്ധി. അപ്പോൾ നമ്മൾ ഹൃദയശുദ്ധി പ്രാപിക്കുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 3 മേഖലയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 1, സ്നേഹത്തിൽ നമ്മൾ വളരണം. 2, ലൈംഗിക വിശുദ്ധി നമ്മൾ പാലിക്കണം. 3, സത്യ പ്രബോധനങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പം പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഹൃദയവിശുദ്ധി പ്രാപിക്കും. ഇനി CCCയുടെ 25-ാം ഖണ്ഡിക നോക്കുക. CCC 25-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വാസ സത്യത്തിൻ്റെയും അതിൻ്റെ പ്രബോധനത്തിൻ്റെയും ഏക ലക്ഷ്യം അനന്തമായ സ്നേഹമായിരിക്കണം. അപ്പോൾ വിശ്വാസ സത്യങ്ങളുടെയും പ്രബോധനങ്ങളുടെ ലക്ഷ്യം അനന്തമായ സ്നേഹം ആണ്. സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിശുദ്ധിയിലേക്ക് വരിക. അപ്പോൾ മതബോധന ഗ്രന്ഥങ്ങൾ വത്തിക്കാൻ കൗൺസിലൊക്കെ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ നമ്മൾ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ബോധ്യം നമുക്കുണ്ടാകാം. അതുകൊണ്ട് ദൈവവചനത്തോടൊപ്പം സഭയുടെ പ്രബോധനങ്ങളും CCCയും 2-ാം വത്തിക്കാൻ കൗൺസിലും മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളും ഒക്കെ നമ്മൾ വായിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അത് ദൈവ കൽപ്പനയാണ്. എങ്കിൽ നമുക്ക് കൂടുതൽ ഹൃദയവിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളത്. 3-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കത്തുള്ളൂ, കൂടുതലാക്കുന്നത്. പക്ഷേ ബ്രദർ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ സഭയെ സ്നേഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്കിലും ബ്രദറിൻ്റെ ഉള്ളിൽ സഭയോടുള്ള സ്നേഹം എന്തുകൊണ്ടാണ് എന്ന് 1-2 വാക്കുകളില്ലെങ്കിൽ ഒന്ന് പറയാം. തീർച്ചയായും ഇതിൽ സന്തോഷമുണ്ട്. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും ഏതാനും ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുകയാണ്. ഒന്ന്, എൻ്റെ കത്തോലിക്ക സഭയിൽ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം, ഇത് ഈശോ നേരിട്ട് സ്ഥാപിച്ചാണ് സഭ. 2000 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരേ ഒരു സഭ കത്തോലിക്ക സഭയാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ആത്മരക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും സഭയ്ക്കകത്തുണ്ട്. അതാണ് കുദാശകൾ, ഈശോയുടെ ശരീരവും രക്തവും എനിക്ക് ഈ കത്തോലിക്ക സഭയിലാണ് കിട്ടുന്നത്. അപ്പോൾ കുദാശകൾ, ഈശോ ചെയ്ത സകല പ്രവൃത്തികളും അത് കുദാശകളായിട്ട് ആണ് നമുക്ക് സഭ തരുന്നത്. മറ്റൊന്ന്, കുദാശകളുടെ ഒരു പ്രത്യേകത, ഈശോയുടെ പെസഹ രഹസ്യങ്ങൾ അനുസ്മരിക്കാനും അതിനെ ആസ്വദിക്കാനും നമുക്ക് നേരിട്ട് കാണുവാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ സഭ നമുക്ക് അതെല്ലാം ക്രമപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി പ്രതീക്ഷകൾ സഭയ്ക്ക് നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സഭയിൽ വലിയൊരു ആനന്ദവും സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സഭയെ വിട്ടുള്ള മറ്റൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. തീർച്ചയായിട്ടും തുടർന്നും ഈ സഭയിൽ തന്നെ ഞാൻ വീണ്ടും നിന്ന് ഈശോയ്ക്ക് വേണ്ടി, അവസാനം വരെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്.